കോഴിക്കോട് വടകരയിൽ നിർത്തിയിട്ട കാരവനിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയവരെ തിരിച്ചറിഞ്ഞു എന്ന വിവരം പുറത്തുവരുന്നു. മലപ്പുറം വണ്ടൂർ സ്വദേശി മനോജും കാസർഗോഡ് ചെറുപുഴ സ്വദേശി ജോയലുമാണ് മരിച്ചത്. എസിയുടെ തകരാർ മൂലം വിഷവാതകം ശ്വസിച്ചതാകാം മരണകാരണമെന്ന് വടകര റൂറൽ എസ് പി 24-നോട് പറഞ്ഞു. മനോജ് ജോയൽ എന്നാണ് അവരുടെ പേരെന്നാണ് നമുക്ക് കൺഫേം ചെയ്യുന്നതേ ഉള്ളൂ. ഇവര് ഒരു കല്യാണം പാർട്ടി കഴിഞ്ഞ് വരുമായിരുന്നു. അവരവിടെ വണ്ടി നിർത്തിയിട്ട് ഉറങ്ങിയതാവാനാണ് സാധ്യത കാണുന്നത്. പക്ഷേ എന്താണ് കൂടുതൽ എന്നുള്ളത് പരിശോധന ശേഷം മാത്രമേ പറയാൻ പറ്റൂ. നമ്മൾ മനസ്സിലാക്കുന്ന പ്രകാരം പട്ടാമ്പി ചെറുപുഴ സ്വദേശികളാണ്. പട്ടാമ്പിയും ചെറുപുഴയും നേറ്റീവായിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ ഇവരവിടെ രാത്രി ഭക്ഷണം കഴിച്ചിട്ട് കാരവാൻ ആയതുകൊണ്ട് അതില് നിർത്തിയിട്ട് ഉറങ്ങിയതാവാനാണ് സാധ്യത. വേറെ എന്തെങ്കിലും ഒരു എഞ്ചിന്റെ എസിയുടെ തകരാറ് കൊണ്ടുള്ള ഒരു സാധ്യതയുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ മൊമെന്റിൽ കൺഫേം ചെയ്ത് പറയാൻ പറ്റില്ല. ഈ മരണവിവരം പുറത്തറിഞ്ഞ ആ സമയത്ത് റൂറൽ എസ് പി പ്രതികരിച്ചതാണ് പ്രേക്ഷകർ കേട്ടത്. രാഹുൽ സുരേഷ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് കോഴിക്കോട്ട് നിന്ന്. രാഹുൽ, ഇപ്പോൾ ഈ മരിച്ചവരാരാണ് എന്നത് സംബന്ധിച്ചുള്ള സ്ഥിരീകരണം വന്നിരിക്കുന്നു. എന്താണ് അതുമായി ബന്ധപ്പെട്ട് പോലീസ് ഏറ്റവും ഒടുവിലായി അറിയിക്കുന്ന കാര്യങ്ങൾ? ഈ അപകടം എങ്ങനെ എന്നത് സംബന്ധിച്ച് ഇപ്പോഴും അവ്യക്തത നിലനിൽക്കുന്നു. എന്താണ് സംഭവിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത് രാഹുൽ? റീജിത്ത്, ഈ സംഭവത്തിൽ ഒരു അവ്യക്തത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പോലീസിന്റെ ഭാഗത്തു നിന്നും പ്രാഥമികമായ വിവരങ്ങൾ മാത്രമാണ് ഈ ഘട്ടത്തിൽ പുറത്തുവിടുന്നത്. ആ പ്രാഥമിക വിവരത്തിൽ നിന്ന് നമ്മൾ അനുമാനിക്കേണ്ടത് ഈ സംഭവം, അതായത് കണ്ണൂരിൽ വിവാഹ പാർട്ടിക്ക് ആളുകളെ ഇറക്കിയിട്ട് തിരിച്ചു വരുന്നതിനിടെ എസിയിലെ വിഷവാതകം ശ്വസിച്ചാണ് 2 പേർ മരണപ്പെട്ടിരിക്കുന്നത്. അതിദാരുണമായ ഒരു സംഭവം എന്ന് തന്നെ ഈ ആദ്യഘട്ടത്തിൽ പറയേണ്ടിയിരിക്കുന്നു. ഇന്നലെയാണ് ഈ കണ്ണൂരിൽ ഈ വിവാഹ പാർട്ടിക്ക് ആളുകളെ ഇറക്കിയ ശേഷം ഇവർ തിരികെ വരുന്നത്. ദൂരയാത്രയുടെ ക്ഷീണത്തിൽ ഇവർ വടകരയ്ക്ക് സമീപം വാഹനം വഴിയരികിൽ നിർത്തിയിട്ട ശേഷം വിശ്രമിക്കുകയായിരുന്നു. ഈ വിശ്രമിക്കുന്നതിനിടെ എസി തകരാറിലായത് മൂലം ഈ വിഷവാതകം ശ്വസിച്ച് മരിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. ഇന്നലെ മുതലാണ് വഴിയരികിൽ ഈ ആളുകൾ കാണുന്നത്. പക്ഷേ ഇന്ന് വൈകിട്ടായിട്ടും ഈ വാഹനം അവിടെ നിന്നും മാറാതിരുന്നതോടെ നാട്ടുകാർക്ക് സംശയം തോന്നുകയും തുടർന്ന് വടകര പോലീസിന് വിവരം അറിയിക്കുകയുമായിരുന്നു. വടകര പോലീസ് നടത്തിയ പരിശോധനയിലാണ് 2 പേരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആദ്യം ഒരാൾ ഈ വാഹനത്തിന്റെ സ്റ്റെപ്പിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നു. അതിനുശേഷം വാഹനത്തിന്റെ അകത്ത് പരിശോധന നടത്തിയപ്പോഴാണ് ഈ വാഹനത്തിന്റെ ബെർത്തിൽ മറ്റൊരു മൃതദേഹം കൂടി കണ്ടെത്തുന്നത്. ഈ 2 പേരെയും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ചെറുപുഴ സ്വദേശിയായിട്ടുള്ള ജോയൽ, വണ്ടൂർ സ്വദേശിയായിട്ടുള്ള മനോജ് തുടങ്ങി 2 പേരാണ് മരിച്ചിട്ടുള്ളത്. ഇവർ 2 പേരും വാഹനത്തിന്റെ ഡ്രൈവറും ക്ലീനറുമാണെന്നാണ് ഈ ഘട്ടത്തിൽ പുറത്തുവരുന്ന വിവരം. ശരി, രാഹുൽ സുരേഷ് വിവരങ്ങൾ നൽകുകയായിരുന്നു കോഴിക്കോട്ട്.